സോ ഹായ് ഓൾ, വെൽക്കം ടു ദ ക്ലാസ്. അപ്പൊ നമ്മൾ ഇന്ന് അടുത്തൊരു എൻട്രൻസ് ക്ലാസ് ആയിട്ട് വന്നിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നത് ഫസ്റ്റ് പ്ലസ് വണ്ണിലെ ഏറ്റവും ലാസ്റ്റ് ചാപ്റ്റർ ആയ ഓസിലേഷൻ ആണ്. അപ്പോ റെഗുലർ എന്ന് നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ നമുക്കൊന്ന് എക്സാം പാറ്റേൺ അനലൈസ് ചെയ്യുമ്പോൾ നീറ്റിന് ഏകദേശം ഒരു 2 to 3 ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. പിന്നെ കീമിന് ഏകദേശം ഒരു 3 to 4 ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. പിന്നെ IITന്റെ കാര്യം ഞാൻ പറയുന്നില്ല. സാധാരണ മെയിൻസ് ഒക്കെ ആണെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ ആണ് സാധാരണ ചോദിക്കാറ്. അഡ്വാൻസ്ഡ് ആണെങ്കിൽ നമുക്ക് ഇതിന് അങ്ങനെ ചോദിക്കും എന്ന് പറയാൻ പറ്റൂല. അത് ചോദിക്കുകയാണെങ്കിൽ അഡ്വാൻസ്ഡിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ മെക്കാനിക്സ് എന്ന് പറയുന്ന ഒരു അതായത് പ്ലസ് വണ്ണിലെ മൊത്തം ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ മെക്കാനിക്സ് ആണ്. ഓക്കെ, അപ്പൊ അതിൽ എല്ലാത്തിനെയും കൂടെ ലിങ്ക് ചെയ്തിട്ടാണ് ചോദിക്കുക. ഇന്ന ചാപ്റ്ററിന് പ്രത്യേകിച്ചിട്ടൊന്നും അവരെന്ത് ചെയ്യില്ല, ചോദ്യം ചോദിക്കൊന്നുമില്ല. അവര് എല്ലാ ചാപ്റ്ററിനും കൂടെ മിക്സ്ഡ് അപ്പ് ആയിട്ടായിരിക്കും ക്വസ്റ്റ്യൻ ചോദിക്കുക. ചിലപ്പോൾ അവർക്ക് എന്ത് പറയാം, ഒരു 7 ചാപ്റ്ററിന് ഒറ്റയ്ക്ക് ചിലപ്പോൾ അവർ ക്വസ്റ്റ്യൻ ചോദിക്കും. സോ സാധാരണ ഓസിലേഷൻ ഒക്കെ വേറെയുള്ള ചാപ്റ്റേഴ്സ് ആയിട്ട് സപ്പോസ് ഗ്രാവിറ്റേഷൻ ഒക്കെ ആയിട്ട് എന്താ പറയാ ക്ലബ് ചെയ്തിട്ടൊക്കെ ചോദിക്കാറുണ്ട്. ഓസിലേഷൻ എന്നുള്ള ഈ ചാപ്റ്റർ ഒക്കെ. ഓക്കെ, അങ്ങനെ പലതിനേറ്റും അവർക്ക് ലിങ്ക് ചെയ്യാം. പിന്നെ അതേപോലെ പ്ലസ് ടുവിലുള്ള എന്താ പറയുക ഇലക്ട്രോസ്റ്റാറ്റിക്സ്, അതേപോലെ തന്നെ അങ്ങനെയുള്ള ചില ചാപ്റ്റേഴ്സ് ഉണ്ടല്ലോ, അതിനൊക്കെ ആയിട്ട് ഇവർക്ക് മിക്സ് ചെയ്യാറുണ്ട് ഓസിലേഷൻ വെച്ചിട്ട്. കാരണം എല്ലാത്തിലും ഓസിലേഷൻസ് പോസിബിൾ ആണ്, അതുകൊണ്ടാണ് അവര് സാധാരണ അങ്ങനെ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതിന്റെ തിയറിയിലോട്ട് പോവാം. അപ്പൊ എക്സാം അനാലിസിസ് നമ്മൾ നടത്തി. സോ സപ്പോസ് ആദ്യം തന്നെ ഓസിലേഷൻ പറയുന്ന മുമ്പ് എന്താണ് പീരിയോഡിക് മോഷൻ എന്ന് നോക്കാം. സോ എന്താ പീരിയോഡിക് മോഷൻ? പീരിയോഡിക് മോഷൻ എന്ന് പറഞ്ഞാൽ മോഷൻ വിച്ച് റിപ്പീറ്റ് ഇറ്റ്സെൽഫ് അറ്റ് റെഗുലർ ഇന്റർവൽ ഓഫ് ടൈം ഈസ് കോൾഡ് പീരിയോഡിക് മോഷൻ. ഒരു റെഗുലർ ഇന്റർവൽ ഓഫ് ടൈമിൽ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന മോഷനെ പറയുന്നവരാണ് പീരിയോഡിക് മോഷൻ. സപ്പോസ് ഇപ്പോൾ ഒരു 5 സെക്കൻഡ് ആകുമ്പോൾ ഒരാൾ തുടങ്ങിയ സ്ഥലത്ത് തന്നെ വീണ്ടും നിന്നു, അല്ലെങ്കിൽ എന്താ പറയാ ആ മോഷനെ വീണ്ടും വീണ്ടും ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അത് കറക്റ്റ് ടൈം ഇന്റർവെല്ലിൽ എന്താ പറയാ റിപ്പീറ്റ് ചെയ്യുന്ന ആ ഒരു ടൈപ്പ് ഓഫ് മോഷനെ പറയുന്ന പേരാണ് പീരിയോഡിക് മോഷൻ എന്നുള്ളത്. അതിന് ഏറ്റവും എക്സാമ്പിൾ ആണ് റെവല്യൂഷൻ ഓഫ് എർത്ത് അറൌണ്ട് സൺ. റെവല്യൂഷൻ ആണ്, അതായത് സണ്ണിന് ചുറ്റും എർത്ത് മൊത്തം ഇങ്ങനെ കറങ്ങി വരാൻ ഏകദേശം 365 ദിവസം എടുക്കും. ഓക്കെ, സോ അതാണ് ആ പറഞ്ഞതിന് അർത്ഥം. റെവല്യൂഷൻ ഓഫ് എന്താ പറയാ എർത്ത് അറൌണ്ട് ദ സൺ, അതൊക്കെ ഇതിന് എക്സാമ്പിൾ ആണ്, പീരിയോഡിക് മോഷൻ എക്സാമ്പിൾ ആണ്. ഓക്കെ, ഇനി അടുത്തത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഓസിലേറ്ററി മോഷൻ ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് പഠിക്കാനുള്ളത് ഓസിലേറ്ററി മോഷൻ ആണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പൊ എന്താണ് നമുക്ക് ഓസിലേറ്ററി മോഷൻ എന്ന് നോക്കാം. സിമ്പിൾ ആണ്, വളരെ സിമ്പിൾ ആണ്. ഓസിലേറ്ററി മോഷൻ എന്ന് പറഞ്ഞാൽ ടു ആൻഡ് ഫ്രോ മോഷൻ, അതായത് ഒരു ബോഡി എന്താ പറയാ ടു ആൻഡ് ഫ്രോ മോഷൻ അണ്ടർഗോ ചെയ്യുക, അതിനാണ് ഓസിലേറ്ററി മോഷൻ എന്ന് പറയാം. ഒരു എക്സാമ്പിൾ പറയാണെങ്കിൽ ഇതിപ്പോ ഒരു പെൻഡുലം ആണെന്നുണ്ടെങ്കിൽ സപ്പോസ് ഒരു പെൻഡുലം ഇങ്ങനെ തൂക്കിയിട്ടിരിക്കുകയാണ്, അത് നേരെ എന്ത് പറയാ അത് ഇവിടുന്ന് ഓസിലേഷൻ തുടങ്ങിയിട്ട് അവിടെ പോയിട്ട് അങ്ങനെ പോയിട്ട് വീണ്ടും ഇങ്ങോട്ട് തന്നെ എത്തി, അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഒക്കെ മൂവ് ചെയ്യുക, അതിനാണ് ടു ആൻഡ് ഫ്രോ മോഷൻ എന്ന് പറയാം. ജസ്റ്റ് പറഞ്ഞു എന്ന് മാത്രം. ഓസിലേറ്ററി മോഷൻ എന്ന് പറഞ്ഞാൽ ടു ആൻഡ് ഫ്രോ മോഷൻ ആണ്. ഓക്കെ, അതിന് ഏറ്റവും എക്സാമ്പിൾ ആണ് മോഷൻ ഓഫ് എ സിമ്പിൾ പെൻഡുലം, മോഷൻ ഓഫ് എ സ്ട്രിങ്, അതൊക്കെ ഇതിന് എക്സാമ്പിൾ ആണ്, ഓസിലേറ്ററി മോഷൻ എക്സാമ്പിൾ ആണ്. ഓക്കെ, ഇനി അടുത്തത് ടൈം പീരിയഡ്. ടൈം പീരിയഡ് നമ്മൾ ക്യാപിറ്റൽ ടി എന്നുള്ള ആൽഫബറ്റ് കൊണ്ടാണ് നമ്മൾ ഡിനോട്ട് ചെയ്യാറ്. ഒരു ഓസിലേഷൻ എടുക്കുന്ന സമയത്തിനാണ് നമ്മൾ ടൈം പീരിയഡ് എന്ന് പറയാം. ഇപ്പോൾ സിമ്പിൾ പെൻഡുലത്തിന്റെ കേസിലാണെന്നുണ്ടെങ്കിൽ ഒരു ഓസിലേഷൻ എന്ന് പറഞ്ഞാൽ സപ്പോസ് അത് ഇവിടുന്ന് തുടങ്ങി, ഒരു ഓസിലേഷൻ എന്ന് പറയുകയാണെങ്കിൽ ഇത് ഇവിടുന്ന് തുടങ്ങിയിട്ട് ഇവിടെ പോയിട്ട് പിന്നെ അവിടുന്ന് നേരെ അങ്ങോട്ട് പോയിട്ട് വീണ്ടും ആ ഒരു പൊസിഷനിലോട്ട് തന്നെ എത്തി. അങ്ങനെ ആകുമ്പോഴാണ് ഇതിന് ഒരു ഓസിലേഷൻ എന്ന് പറയാം. അതിന്റെ അപ്പൊ അതിന് മൊത്തം എടുക്കുന്ന സമയത്തിനാണ് നമ്മൾ ടൈം പീരിയഡ് ടി എന്ന് പറയാം. ഓക്കെ, ഇനി അടുത്തത് ഫ്രീക്വൻസി. ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഓസിലേഷൻസ് ഇൻ 1 സെക്കൻഡ്. ഒരു സെക്കൻഡ് കൊണ്ട് എത്ര നമ്പർ ഓഫ് ഓസിലേഷൻ എടുത്തു, അതിനാണ് നമ്മൾ എന്ത് പറയാ ഫ്രീക്വൻസി എന്ന് പറയാം. ഓക്കെ, ഫ്രീക്വൻസിക്ക് സാധാരണ എഫ് എന്ന് ഡിനോട്ട് ചെയ്യാറുണ്ട്, ന്യൂ എന്ന് ഡിനോട്ട് ചെയ്യാറുണ്ട്. സാധാരണ ഫ്രീക്വൻസിയും ടൈം പീരിയഡും തമ്മിലുള്ള റിലേഷൻ എന്ന് പറഞ്ഞാൽ ന്യൂ ഈസ് ഈക്വൽ ടു 1/t ആണ്. ഓക്കെ, റെസിപ്രോക്കൽ ഓഫ് ടൈം പീരിയഡ് ആണ്. പിന്നെ നമുക്ക് എന്ത് വിളിക്കാം, ഫ്രീക്വൻസി എന്ന് വിളിക്കാം. ഇനി നിങ്ങൾ കുറെ പ്രാവശ്യം കേട്ടിരിക്കേണ്ട ഒരു ടേംസ് ആണ് ഓസിലേഷൻ, അതേപോലെ വൈബ്രേഷൻ എന്നുള്ളത്. ഓക്കെ, സോ ഓസിലേഷനും വൈബ്രേഷനും തമ്മിൽ അത്രത്തോളം സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ഡിഫറൻസ് ഒന്നുമില്ല. അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ദർ ഈസ് നോ സിഗ്നിഫിക്കന്റ് ഡിഫറൻസ് ബിറ്റ്വീൻ വൈബ്രേഷൻ ആൻഡ് ഓസിലേഷൻ. സപ്പോസ് നമ്മൾ ഓസിലേറ്റിംഗ് ബോഡിന്റെ ഫ്രീക്വൻസി ഹൈ ആണെങ്കിൽ, ഫ്രീക്വൻസി ഈസ് ഹൈ, then it is called vibration. അങ്ങനെയെങ്കിൽ ഫ്രീക്വൻസി ഹൈ ആയാൽ അതിനെ വൈബ്രേഷൻ എന്ന് വിളിക്കും. അതേപോലെ ഫ്രീക്വൻസി ലോ ആയാൽ ആ ഒരു ബോഡിന്റെ ഓസിലേഷൻ നമ്മൾ ഓസിലേഷൻ എന്നാണ് വിളിക്കുക. ഓക്കെ, ഇനി അടുത്തത് സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ ആയി ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ് നീറ്റിനോ കീമിനോ ഒക്കെ. എവരി ഓസിലേഷൻസ് ആർ പീരിയോഡിക് മോഷൻ, അതായത് എല്ലാ ഓസിലേറ്ററി മോഷൻസും പീരിയോഡിക് മോഷൻ ആണ്. ബട്ട് എല്ലാ പീരിയോഡിക് മോഷൻസും ഒരിക്കലും ഓസിലേറ്ററി മോഷൻ അല്ല. സോ ബട്ട് ഓൾ പീരിയോഡിക് മോഷൻ നീഡ് നോട്ട് ബി ഓസിലേറ്ററി മോഷൻ. സോ അത് വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു പോയിന്റ് ആണ്. ഓക്കെ, സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് ആയിട്ട് ചിലപ്പോൾ നീറ്റിനും കീമിനും ഒക്കെ ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ഏരിയ ആണ് അത്. ഓക്കെ, സോ അതോടുകൂടെ ആ ഒരു ഭാഗം കഴിഞ്ഞു. ഇനി നമുക്ക് എന്ത് ചെയ്യാം, വേറെ ടൈപ്പ്, ഇതൊരു കുറച്ച് മാത്തമാറ്റിക്കൽ ആണ്. ഓക്കെ, അതായത്
എന്താണ് പീരിയോഡിക് ഫംഗ്ഷൻ. ഓക്കെ, അതായത് നിങ്ങൾ ഇപ്പൊ +1 ആയിക്കോട്ടെ +2 ആയിക്കോട്ടെ കുറെ ടൈപ്പ് ഫംഗ്ഷനുകൾ റിലേഷണൽ ഫംഗ്ഷൻ എന്നുള്ള ചാപ്റ്റർ +1 +2 പഠിച്ചിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ അതിൽ പീരിയോഡിക് ഫംഗ്ഷൻ എന്നുള്ളത് സപ്പോസ് ഏതൊരു ഫംഗ്ഷനെയും നമ്മൾ f(x) എന്നാണ് ഡിനോട്ട് ചെയ്യുക അല്ലെ. സോ ഇവിടെ ഇപ്പോൾ f(x) ആണെങ്കിൽ ആ ഫംഗ്ഷൻ x³ + x² അങ്ങനെ പൊക്കോണ്ടിരിക്കും. സോ ഞാൻ ഇവിടെ ഒരു ഫംഗ്ഷനെ ഡിനോട്ട് ചെയ്യുന്നത് f എന്താ പറയാ t എന്നുള്ള ഒരു ലെറ്ററിലാണ്. ഒരു ഫംഗ്ഷൻ പീരിയോഡിക് ആണെന്നെങ്കിൽ f (t) = എന്താവണം, f എന്താ പറയാ t പ്ലസ് എന്താ പറയാ ക്യാപിറ്റൽ ടി. ഈ ഒരു റിലേഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. ഇവിടെ എഴുതിയിട്ടുണ്ട് എ ഫംഗ്ഷൻ f of t is said to be periodic if and only if f of small t = f of small t plus capital T. അപ്പൊ അങ്ങനെ ആകുമ്പോൾ ഉള്ള ഫംഗ്ഷൻസിനെയാണ് നമ്മൾ സാധാരണ പീരിയോഡിക് ഫംഗ്ഷൻ എന്ന് പറയാം. സോ അതിന് എക്സാമ്പിൾ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ സപ്പോസ് സൈൻ ഫംഗ്ഷൻ ഒരു പീരിയോഡിക് ഫംഗ്ഷൻ ആണ്. അതായത് സൈൻ തീറ്റനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും, സൈൻ ഓഫ് എന്താ പറയാ തീറ്റ പ്ലസ് എന്താ പറയാ 2π എന്ന് എഴുതാൻ പറ്റുമല്ലോ. അപ്പൊ അങ്ങനത്തെ ഫംഗ്ഷൻ സൈൻ തീറ്റ എന്ന് പറഞ്ഞാൽ സൈൻ തീറ്റ ഓഫ് സൈൻ തീറ്റ പ്ലസ് 2π എന്ന് പറഞ്ഞാൽ സൈൻ തീറ്റ തന്നെയാണ്. ഓക്കെ, അപ്പൊ ഇവിടെ പീരിയഡ് ഇവിടെ ടിക്ക് വരാൻ തീറ്റ വന്നു, ഇവിടെ ടിക്ക് വരാൻ തീറ്റയാണ്, ഇവിടെ ക്യാപിറ്റൽ ടിക്ക് വരാൻ 2π ആണ്. സോ അതിന്റെ ടൈം പീരിയഡ് t = 2π നമുക്ക് എഴുതാൻ പറ്റും. നിങ്ങൾ വലിയ ദമ്മായിട്ടൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല, ഇത് ചോദിക്കൂല, ജസ്റ്റ് ഫോർ ആൻ ഇൻഫർമേഷന് വേണ്ടി പറഞ്ഞതാണ്. ഇനി ഇത് പറയാൻ കാരണം എന്താ വെച്ചാൽ ഡിസ്പ്ലേസ്മെന്റ് ഇൻ ഓസിലേഷൻ. ഒരു ഓസിലേഷനിലെ ഡിസ്പ്ലേസ്മെന്റിന് സാധാരണ നമ്മൾ y കൊണ്ട് ഡിനോട്ട് ചെയ്യാറുണ്ട്, അതേപോലെ x കൊണ്ട് ഡിനോട്ട് ചെയ്യാറുണ്ട്. നിങ്ങൾ ഇഷ്ടം പോലെ ചെയ്യാം. അപ്പോൾ ഇൻ ഓസിലേഷൻ എന്താ പറയാ, ഇൻ ഓസിലേഷൻ ഡിസ്പ്ലേസ്മെന്റ് മീൻസ് എനി ഫിസിക്കൽ ക്വാണ്ടിറ്റി ദാറ്റ് ചേഞ്ചസ് വിത്ത് ടൈം. ഓക്കെ, അപ്പോൾ ഓസിലേഷനിൽ ഡിസ്പ്ലേസ്മെന്റ് എന്ന് ഉദ്ദേശിക്കുന്നത് ഏതൊരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയും ടൈമിനനുസരിച്ച് ചേഞ്ച് ചെയ്താൽ അത് നമുക്ക് ഡിസ്പ്ലേസ്മെന്റ് എന്ന് വിളിക്കാൻ പറ്റും. അത് എവിടെ മാത്രം, ഓസിലേഷന് മാത്രം. പിന്നെ ഡിസ്പ്ലേസ്മെന്റ് ഓഫ് ഓസിലേഷൻ ക്യാൻ ബി റെപ്രസെന്റഡ് ബൈ യൂസിങ് എ പീരിയോഡിക് ഫംഗ്ഷൻ. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഡിസ്പ്ലേസ്മെന്റ് എന്ത് ചെയ്യാം, ഒരു പീരിയോഡിക് ഫംഗ്ഷൻ ആയിട്ട് ഓസിലേഷന്റെ കേസിൽ മാത്രം ഡിസ്പ്ലേസ്മെന്റിനെ ഒരു പീരിയോഡിക് ഫംഗ്ഷൻ ആയിട്ട് റെപ്രസെന്റ് ചെയ്യും. അപ്പൊ നിങ്ങൾ ചോദിക്കും എന്താ സാറേ പീരിയോഡിക് ഫംഗ്ഷൻ എന്ന്. അതാണ് ഞാൻ ഇവിടെ ആദ്യം തന്നെ പറഞ്ഞത്. സോ അത് പറയാൻ വേണ്ടി മാത്രമാണ് പീരിയോഡിക് ഫംഗ്ഷനെ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞത്. ഓക്കെ, അപ്പൊ അത്രേ ഉള്ളൂ അത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, SHM-ലോട്ട് കടക്കാം. അതൊക്കെ ജസ്റ്റ് നിങ്ങളൊരു ഇൻഫർമേഷന് വേണ്ടി മാത്രം പഠിച്ചാൽ മതി. അവിടുന്ന് വലിയ തോതിലുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും നിങ്ങൾ എക്സ്പെക്ട് ചെയ്തിട്ട് കാര്യമില്ല, അതൊന്നും ചോദിക്കൂല. അതൊക്കെ ഹയർ ക്ലാസ്സിലേ ചോദിക്കുള്ളൂ. ഫോർ എക്സാമ്പിൾ ഡിഗ്രി BSc ഫിസിക്സ് ഒക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ എക്സ്പെക്ട് ചെയ്യാം. ഇനി അടുത്ത സിമ്പിൾ ഹാർമോണിക് മോഷൻ, അതിന് SHM എന്നാണ് ഡിനോട്ട് ചെയ്യുക. ഇതാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ മൊത്തം പഠിക്കുന്നത്, സിമ്പിൾ ഹാർമോണിക് മോഷൻ. അപ്പോൾ ഒരു പാർട്ടിക്കിൾ സിമ്പിൾ ഹാർമോണിക് മോഷൻ ആണ് എന്ന് പറയണമെങ്കിൽ അതിന്റെ ആക്സിലറേഷൻ ഷുഡ് ബി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എന്ത് ചെയ്യണം, ഡിസ്പ്ലേസ്മെന്റ് y അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് x. അങ്ങനെ ആയാൽ മാത്രം പോരാ, y. ഓക്കെ, അപ്പൊ അതായത് ഒരു ബോഡി സിമ്പിൾ ഹാർമോണിക് മോഷനിൽ ആണെന്ന് പറയണമെങ്കിൽ അതിന്റെ ആക്സിലറേഷൻ എന്തായിരിക്കണം, ഷുഡ് ബി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഡിസ്പ്ലേസ്മെന്റ് y അല്ലെ ഡിസ്പ്ലേസ്മെന്റ് y. അത് കൂടാതെ തന്നെ എന്ത് ചെയ്യണം, ഒരു മൈനസ് ചിഹ്നം കൂടെ കൊടുക്കണം. അതായത് ആക്സിലറേഷൻ എന്തായിരിക്കണം, ഡിസ്പ്ലേസ്മെന്റും ഒക്കെ എന്തായിരിക്കും, ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും. ഓക്കെ, അതിനാണ് ആ മൈനസ് ചിഹ്നം കൊടുത്തത്. അല്ലെങ്കിൽ ഈ ഡിസ്പ്ലേസ്മെന്റ് എന്തായിരിക്കും, എപ്പോഴും മീൻ പൊസിഷനിലോട്ട് ഡയറക്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. അതാണ് ആ പറഞ്ഞതിന് അർത്ഥം. ഓക്കെ, അപ്പൊ എന്താണ് സിമ്പിൾ ഹാർമോണിക് മോഷൻ, ഈ ഒരു റിലേഷൻ മാത്രം പഠിച്ചു വെച്ചാൽ മതി. A പ്രൊപ്പോർഷണൽ ടു -y, അതാണ് ആ ഇക്വേഷൻ. മൈനസ് ചിഹ്നം എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് ആണെന്ന് കാണിക്കാൻ വേണ്ടി, എയും വൈയും. y എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേസ്മെന്റ് ആണ്. So A എന്ന് പറഞ്ഞാൽ ആക്സിലറേഷൻ. A particle is said to be SHM if its acceleration at any instant is directly proportional to displacement. Acceleration displacement directly proportional ആവണം. അത് കൂടാതെ is directly proportional to displacement from the mean position and is always directed towards the mean position. ഈ mean position എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ഇതിവിടെ പെൻഡുലം ആണെന്നുണ്ടെങ്കിൽ അത് നേരെ ഇതിന് മാക്സിമം ഈ ഒരു പോയിന്റ് വരെ പോവാം, പിന്നെ അവിടെ നേരെ ഓസിലേറ്റ് ചെയ്ത് ഈ ഒരു പോയിന്റിലേക്ക് എത്താം. സോ ഈ ഒരു പോയിന്റിന്, അത് റെസ്റ്റിൽ നിൽക്കുന്ന ആ ഒരു പോയിന്റിന് നമ്മൾ മീൻ പൊസിഷൻ എന്ന് പറയാം. ഓക്കെ, സോ ഇവിടുന്ന് ഏതൊരു പോയിന്റിൽ എടുത്താലും ഡിസ്പ്ലേസ്മെന്റ് താഴെ എപ്പോഴും എങ്ങോട്ടായിരിക്കും, അതിന്റെ ഡയറക്ഷൻ എപ്പോഴും മീൻ പൊസിഷനിലോട്ട് തന്നെ ആയിരിക്കും. അതാണ് -y എന്ന് എടുക്കാനുള്ള കാരണം. ഓക്കെ, സോ അതോടുകൂടെ അത് കഴിഞ്ഞു. സോ A പ്രൊപ്പോർഷണൽ ടു -y, ഈ ഒരു ഇക്വേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, A = -ω² എന്ന് എഴുതാം. ഓക്കെ, ഒമേഗ എന്ന് പറഞ്ഞാൽ ആംഗുലാർ വെലോസിറ്റി അല്ലെങ്കിൽ ആംഗുലാർ ഫ്രീക്വൻസി. നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്ന സാധനമാണ് ഒമേഗ. ഇനി വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് SHM-ന്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ, ഇക്വേഷൻ ഓഫ് SHM എന്ന് പറഞ്ഞാൽ d²y ബൈ എന്താ പറയാ dx² പ്ലസ് എന്താ പറയാ പ്ലസ് ω² എന്താ പറയാ y = 0. ഈ ഒരു ഇക്വേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. +2 പഠിക്കുന്നവർക്ക് അറിയുണ്ടാവും, ഇതൊരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. +1 പഠിക്കുന്നവർക്ക് അതിപ്പോ ജസ്റ്റ് ഇങ്ങനെ ബൈ ഹാർട്ട് ചെയ്താൽ മതി. ഇതാണ് എന്താ പറയാ ഇക്വേഷൻ എന്താ പറയാ ഓഫ് SHM. സിമ്പിൾ ഹാർമോണിക് മോഷന്റെ ഇക്വേഷൻ ആണ് അവിടെ എഴുതിയിട്ടുള്ളത്, d²y ബൈ dx² പ്ലസ് ω² y = 0. ഓക്കെ, അപ്പൊ ഇതാണ് അതിന്റെ ഇക്വേഷൻ. ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. ഓക്കെ,
ഇതിലെ ഒമേഗ എന്ന് പറഞ്ഞ ആംഗുലർ വെലോസിറ്റി ആണ്. ഒമേഗ കാണാനുള്ള ഇക്വേഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. രണ്ട് ഇക്വേഷൻ യൂസ് ചെയ്യും. ഒന്നെങ്കിൽ ഒമേഗ ഈസ് ഈക്വൽ ടു 2πf അല്ലെങ്കിൽ ഒമേഗ ഈസ് ഈക്വൽ ടു 2π/t. ഓക്കെ, 2π/t ആണ് കേട്ടോ. ഒന്നെങ്കിൽ ഒമേഗ ഈസ് ഈക്വൽ ടു 2πf യൂസ് ചെയ്യാം അല്ലെങ്കിൽ ഒമേഗ ഈസ് ഈക്വൽ ടു 2π/t യൂസ് ചെയ്യാം. ഓക്കെ, ഇനി ഈ സാധാരണ SHM-ൽ, അതായത് SHM-ന്റെ ഡിസ്പ്ലേസ്മെന്റ് നമ്മൾ y എന്ന് ഡിനോട്ട് ചെയ്യാം. സോ y കാണാനുള്ള ഇക്വേഷൻ ഇതാണ്. സോ y കാണാനുള്ള ഇക്വേഷൻ, ഡിസ്പ്ലേസ്മെന്റ് കാണാനുള്ള ഇക്വേഷൻ y is equal to a sin of omega t. y is equal to a sin of omega t plus 5. ഈ ഇക്വേഷൻ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അല്ലെങ്കിൽ y is equal to a cos എന്താ പറയാ ഒമേഗ ടി പ്ലസ് 5. ഈ രണ്ട് ഇക്വേഷൻ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതായത് ഈ മുകളിലത്തെ ഇക്വേഷന്റെ സൊല്യൂഷൻ ആണ് ഇത്. അങ്ങനെ ഒന്നും നോക്കണ്ട. SHM-ലെ ഡിസ്പ്ലേസ്മെന്റ് കാണാനുള്ള ഇക്വേഷൻ ഒന്നെങ്കിൽ y is equal to a sin omega t plus 5 അല്ലെങ്കിൽ y is equal to a cos omega t plus 5. ഓക്കെ, അവിടെ സംശയം ഉണ്ടാവും. ഇവിടെ φ എന്ന് പറഞ്ഞാൽ ഫേസ് ആംഗിൾ ആണ്. അറിയാത്തവർ എഴുതി വെക്കണം. φ എന്ന് പറഞ്ഞാൽ എന്താണ്? ഫേസ് ആംഗിളിനെയാണ് നമ്മൾ φ എന്ന് പറയാം. ഓക്കെ, സോ ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചാൽ മതി, വലിയ സംഭവമൊന്നുമില്ല. അപ്പൊ y is equal to എന്താ പറയാ ഫേസ് ആംഗിൾ എന്ന് പറഞ്ഞാൽ മതി. ഇനി നിങ്ങൾക്ക് വേറൊരു അടിപൊളി സംഭവം കൂടെ പറഞ്ഞുതരാം. അതായത് ഇപ്പോൾ സപ്പോസ് നമ്മളെ കയ്യിൽ ഒരു ഓസിലേഷൻ ഉണ്ട്, രണ്ട് ഓസിലേഷൻ ഉണ്ട്. രണ്ടിന്റെ ഡിസ്പ്ലേസ്മെന്റ്, ഒന്നിന്റെ ഡിസ്പ്ലേസ്മെന്റ് y1 is equal to എന്താണ്? a sin of എന്താ പറയാ a sin of omega 1t plus 5 ആണെന്ന് വിചാരിക്കുക. രണ്ടാമത്തെ ബോഡി കറങ്ങുമ്പോൾ ഉണ്ടാവുന്ന ഡിസ്പ്ലേസ്മെന്റ് y2 is equal to a sin of എന്താണ് ഒമേഗ 2t പ്ലസ് എന്താ പറയാ 5 ആണെന്ന് വിചാരിക്കാം. ഓക്കെ, നിങ്ങളോട് ഇവിടെ ഫേസ് ഡിഫറൻസ് കാണാൻ പറഞ്ഞാൽ, നിങ്ങളോട് എന്താ കാണാൻ പറഞ്ഞത്? നിങ്ങളോട് ഇതില്ല ഈ ഇക്വേഷന്റെ ഫേസ് ഡിഫറൻസ് നിങ്ങളോട് കാണാൻ പറഞ്ഞാൽ നിങ്ങൾ ഈ ഒരു ഇക്വേഷൻ യൂസ് ചെയ്യണം. ഫേസ് ഡിഫറൻസ് കാണാൻ പറഞ്ഞാൽ ഫേസ് ഡിഫറൻസിനെ ഫൈ എന്ന് നമ്മൾ ഡിനോട്ട് ചെയ്യുക. കാണാൻ പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ഒമേഗ 1t പ്ലസ് എന്താ പറയാ പ്ലസ് 5. ഓക്കെ, അതായത് ഇവിടുത്തെ സംഭവം അത് മൊത്തം എടുക്കുക മൈനസ് ഇവിടുത്തെ താഴത്തെ സംഭവം ഉണ്ടല്ലോ അത് മൊത്തം എടുക്കുക. ഒമേഗ 1t പ്ലസ് 5 മൈനസ് ഓഫ് എന്താ പറയാ ഒമേഗ 2t പ്ലസ് 5. ഓക്കെ, ഇത് ചെയ്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? യു വിൽ ഗെറ്റ് എന്താ പറയാ ഫേസ് ഡിഫറൻസ് നിങ്ങൾക്ക് അപ്പോൾ കിട്ടും. ഇത് ഇങ്ങനെ തന്നെ ചെയ്ത് കൊടുത്താൽ മതി. അതിൽ വേറെ സംഭവങ്ങൾ ഒന്നും കാണേണ്ട ആവശ്യമില്ല. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് കുറെ അധികം ഗ്രാഫ് ഉണ്ട്, ആക്സിലറേഷൻ ഡിസ്പ്ലേസ്മെന്റ് വരെയൊക്കെ നമ്മളുടെ ഗ്രാഫ് ഉണ്ട്. അതൊന്നും നിങ്ങൾ ബുക്കിൽ നോക്കിയാൽ മതി. നിങ്ങൾ അറിയേണ്ട രണ്ട് ഇക്വേഷൻസ് എന്താ വെച്ചാൽ ഇത് മാത്രമുണ്ട്, അത് മാത്രം നിങ്ങൾ നോക്കിയാൽ മതി. ഗ്രാഫൊക്കെ വെച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കും. നിങ്ങൾ ആ ഗ്രാഫ് ഒന്ന് ജസ്റ്റ് നിങ്ങളെ ബുക്കിൽ നോക്കിയാൽ മതി. സോ ഫേസ് ഡിഫറൻസ് ബിറ്റ്വീൻ ഡിസ്പ്ലേസ്മെന്റ് ആൻഡ് വെലോസിറ്റി. ഡിസ്പ്ലേസ്മെന്റ് വെലോസിറ്റി നമ്മുടെ ഫേസ് ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ π/2 ആണ്. അതേപോലെ തന്നെ ഫേസ് ഡിഫറൻസ് ബിറ്റ്വീൻ ആക്സിലറേഷൻ ആൻഡ് വെലോസിറ്റി. ആക്സിലറേഷൻ വെലോസിറ്റി നമ്മുടെ ഫേസ് ഡിഫറൻസും π/2 ആണ്. അപ്പോൾ അതിന്റെ ടെസ്റ്റ് ഒന്ന് നിങ്ങൾ നോക്കിയാൽ മതി. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഒരു ബോഡി SHM-ൽ ഉണ്ടാവുമ്പോൾ അതിന്റെ വെലോസിറ്റി കാണാനുള്ള ഇക്വേഷൻ. ഓക്കെ, ഒരു ബോഡി എന്താ പറയാ SHM-ൽ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ അതിന്റെ വെലോസിറ്റി കാണാനുള്ള ഇക്വേഷൻ. ഇതൊക്കെ SHM-ന്റെ കാര്യം പറയുന്നത് കേട്ടോ. വെലോസിറ്റിനെ v എന്ന ഡിനോട്ട് ചെയ്യാം. അത് കാണാനുള്ള ഇക്വേഷൻ ഒമേഗ ഇൻറ്റു റൂട്ട് ഓഫ് എന്താ പറയാ a² മൈനസ് y². a എന്ന് പറഞ്ഞ ആംപ്ലിറ്റ്യൂഡ് ആണ് കേട്ടോ. a എന്ന് പറഞ്ഞ ആംപ്ലിറ്റ്യൂഡ് ആണ്. ഒമേഗ എന്താന്നൊക്കെ നമ്മൾ പറഞ്ഞ കാര്യമാണ്. ഇപ്പൊ വെലോസിറ്റി v is equal to ഒമേഗ റൂട്ട് ഓഫ് a² മൈനസ് y². a എന്ന് പറഞ്ഞ ആംപ്ലിറ്റ്യൂഡ് ആണ്, നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. ഓക്കെ, ഇനി വളരെ ഇമ്പോർട്ടന്റ് ആയ സംഗതി പറഞ്ഞുതരാം. ഇതിപ്പോ ഒരു എന്താ പറയാ ഒരു സിമ്പിൾ ബണ്ടിൽ ഇങ്ങനെ ആട്ടിയാൽ അപ്പൊ ഇത് ഇങ്ങോട്ട് ഇങ്ങനെ പോകും, പിന്നെ അവിടെ നേരെ ഇങ്ങോട്ട് പോകും. ഓക്കെ, അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു പൊസിഷനെ പറയുന്ന പേരാണ് മീൻ പൊസിഷൻ. എന്താണ് ഇതിന്റെ പേര്? മീൻ പൊസിഷൻ. ഓക്കെ, ഈ ഒരു രണ്ട് പൊസിഷനെ പറയുന്ന പേരാണ് എക്സ്ട്രീം പൊസിഷൻ. അറിയാത്തവർ എഴുതി വെക്കണം. ഈ രണ്ട് പൊസിഷനെ പറയുന്ന പേരാണ് എക്സ്ട്രീം പൊസിഷൻ. ഈ പൊസിഷനും ആ പേര് തന്നെ വരും, ഈ പൊസിഷനും എന്ത് വരും? എക്സ്ട്രീം പൊസിഷൻ എന്ന് തന്നെ പേര് വരും. ഇതും രണ്ട് എക്സ്ട്രീം പൊസിഷൻ ഉണ്ടാവും, ഒരു മീൻ പൊസിഷൻ ഉണ്ടാവും. അപ്പൊ വെലോസിറ്റി കാണാനുള്ള ഇക്വേഷൻ നിങ്ങൾക്ക് ഓക്കെ ആയി. ഇനി അതേപോലെ ഇതിന്റെ ആക്സിലറേഷൻ കാണാനുള്ള ഇക്വേഷൻ a ഈസ് ഈക്വൽ ടു എന്തായിരിക്കും? മൈനസ് ഒമേഗ സ്ക്വയർ y ആയിരിക്കും. y ഒക്കെ ഡിസ്പ്ലേസ്മെന്റ് ആണ് കേട്ടോ. ഡിസ്പ്ലേസ്മെന്റ് കാണാനുള്ള ഇക്വേഷൻ ഓൾറെഡി പറഞ്ഞതാണ്. സോ a ഈസ് ഈക്വൽ ടു മൈനസ് ഒമേഗ സ്ക്വയർ y ആയിരിക്കും. ഓക്കെ, ഇനി വേറൊരു ഇമ്പോർട്ടൻസ് ഇനി നിങ്ങൾക്ക് ക്വസ്റ്റ്യന് മീൻ പൊസിഷൻ എന്ന് കാണാന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് അറിയാം. ക്വസ്റ്റ്യന് മീൻ പൊസിഷൻ എന്ന് നിങ്ങൾ ക്വസ്റ്റ്യന് കണ്ടാൽ നിങ്ങൾ y ഈസ് ഈക്വൽ ടു 0 കൊടുക്കണം. ഓക്കെ, അതേപോലെ നിങ്ങൾ ക്വസ്റ്റ്യനിൽ എക്സ്ട്രീം പൊസിഷൻ എന്ന് കണ്ടാൽ നിങ്ങൾ എന്ത് ചെയ്യണം? y ഈസ് ഈക്വൽ ടു a കൊടുക്കണം. ഓക്കെ, അപ്പൊ ആ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ ഒന്ന് ഓർത്ത് വെക്കണം. മീൻ പൊസിഷൻ എന്ന് കണ്ടാൽ y ഈസ് ഈക്വൽ ടു 0 കൊടുക്കണം. എക്സ്ട്രീം പൊസിഷൻ എന്ന് കണ്ടാൽ y ഈസ് ഈക്വൽ ടു a എന്ന് കൊടുക്കണം. അത് ക്വസ്റ്റ്യനിൽ നിങ്ങൾ അത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പൊ അത് പ്രകാരം പറയാന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതി വെക്കാം? അത് പ്രകാരം പറയാന്നുണ്ടെങ്കിൽ എക്സ്ട്രീം പൊസിഷനിൽ എന്തായിരിക്കും? വെലോസിറ്റി 0 ആയിരിക്കും.
അതേപോലെ എക്സ്ട്രീം പൊസിഷനിൽ വെലോസിറ്റി 0 ആയിരിക്കും. അത് പ്രത്യേകം നോക്കി വെക്കണം. അതേപോലെ തന്നെ മീൻ പൊസിഷനിൽ വെലോസിറ്റി മാക്സിമം ആയിരിക്കും. ഓക്കെ, മാക്സിമം എന്ന് പറഞ്ഞാൽ ഒമേഗ എ ആയിരിക്കും. മീൻ പൊസിഷനിലെ വെലോസിറ്റി കാണാനുള്ള ഇക്വേഷൻ ഒമേഗ എ ആയിരിക്കും. ആ കാര്യം നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കി വെക്കണം. അതുപോലെ തന്നെ ആക്സിലറേഷൻ നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റും. ആക്സിലറേഷൻ ഏറ്റവും മാക്സിമം എവിടെയായിരിക്കും? എക്സ്ട്രീം പൊസിഷനിലായിരിക്കും. അതിന്റെ വാല്യൂ -ω². അതേപോലെ ആക്സിലറേഷൻ 0 ആയിരിക്കും ഇവിടെ മീൻ പൊസിഷനിൽ. സോ അത് രണ്ടും കൂടി നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചാൽ വളരെ ഉപകാരമായിരിക്കും. ഓക്കെ, ഇനി നമുക്ക് അടുത്ത സംഭവം പോയേക്കാം. ഓക്കെ, ഇതിങ്ങനെ നമ്മളിങ്ങനെ സീക്വൻഷ്യൽ ആയിട്ട് ഇങ്ങനെ പോകണം, അല്ലെങ്കിൽ രസം ഉണ്ടാവില്ല. അടുത്തത് ഫോഴ്സ് ഓൺ SHM. അതായത് ഒരു ബോഡി ഇങ്ങനെ എന്താ പറയാ SHMൽ പോകുമ്പോൾ അതിന് ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യും. സോ ഫോഴ്സ് ഓൺ SHM. അപ്പൊ ഫോഴ്സ് കാണാനുള്ള ഇക്വേഷൻ കൂടെ പറഞ്ഞുതരാം. സോ ഫോഴ്സ് നമ്മൾ കാണാനുള്ള ഇക്വേഷൻ F ഈസ് ഈക്വൽ ടു, വളരെ ഇമ്പോർട്ടന്റ് ഇക്വേഷൻ -mω² എന്താ പറയാ y ആണ് ഫോഴ്സ് കാണാനുള്ള ഇക്വേഷൻ. അല്ലെങ്കിൽ F ഈസ് ഈക്വൽ ടു -ky. ഓക്കെ, ഇവിടെ ky, ഇവിടെ k എന്ന് പറഞ്ഞാൽ അതിന്റെ ഫോഴ്സ് കോൺസ്റ്റന്റ് എന്നാ പറയാം. സോ k എന്ന് പറഞ്ഞാൽ എന്താണ്? k ഈസ് ഈക്വൽ ടു mω² ആണ്. k കാണാനുള്ള ഇക്വേഷൻ മറക്കരുത്. k ഈസ് ഈക്വൽ ടു mω² ആണ്. അതായത് ഇവിടെ mω²നാണ് ഇവിടെ ഞാൻ k കൊടുത്തത്. kക്ക് കുറെ പേരുണ്ട്. kക്ക് തൽക്കാലം നിങ്ങൾ kന്റെ പേര് ഫോഴ്സ് അല്ലെങ്കിൽ സ്പ്രിംഗ് കോൺസ്റ്റന്റ് എന്ന് പഠിച്ചാൽ മതി. ഫോഴ്സ് അല്ലെങ്കിൽ എന്താ പറയാ സ്പ്രിംഗ് കോൺസ്റ്റന്റ് എന്ന് പഠിച്ചാൽ മതി. kന്റെ പേര് ഫോഴ്സ് കോൺസ്റ്റന്റ് അല്ലെങ്കിൽ സ്പ്രിംഗ് കോൺസ്റ്റന്റ് എന്ന് പഠിച്ചാൽ മതി. ഓക്കെ, ഇനി ഏതൊരു ബോഡിയും എന്താ പറയാ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ അതിന് ടൈം പീരീഡ് ഉണ്ടാവും. സോ ടൈം പീരീഡ് കാണാനുള്ള ഇക്വേഷൻ t ഈസ് ഈക്വൽ ടു √2π√m/k. അപ്പൊ ഈ ഒരു ഇക്വേഷൻ കൂടെ പഠിച്ചു വെക്കുക. ഏതൊരു ബോഡി എന്താ പറയാ ഓസിലേറ്റ് ചെയ്യുമ്പോഴും അതിന് ടൈം പീരീഡ് ഉണ്ടാവും. സോ ടൈം പീരീഡ് കാണാനുള്ള ഇക്വേഷൻ t ഈസ് ഈക്വൽ ടു 2π√of എന്തായിരിക്കും? m/k ആയിരിക്കും. സോ ഇത്രയ്ക്ക് ഇക്വേഷൻസ് നിങ്ങൾ എന്ത് ചെയ്യുക? ജസ്റ്റ് ഒന്ന് പഠിച്ചു വെക്കുക. നമുക്ക് ഇതൊക്കെ എന്താ പറയാ ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ഇതൊക്കെ എന്ത് ചെയ്യാൻ പറഞ്ഞത്, പഠിക്കാൻ പറഞ്ഞത്. ഓക്കെ, ഇനി ഞാൻ പറഞ്ഞുതരാം. ഇനി അടുത്തത് കുറച്ച് പ്രോബ്ലത്തിന് സഹായിക്കുന്ന കുറച്ച് ഇക്വേഷൻസ് ആണ്. അതായത് ക്യാപിറ്റൽ ടി എന്ന് പറഞ്ഞ ടൈം പീരീഡ് ആണ്. അല്ലെ, ക്യാപിറ്റൽ ടി എന്ന് പറഞ്ഞ ടൈം പീരീഡ് ആണ്. ടൈം പീരീഡ് ടി ഈസ് ഈക്വൽ ടു ടി ബൈ നമ്പർ ഓഫ് ഓസിലേഷൻ എന്ന് പറഞ്ഞ ഇക്വേഷൻ ഉണ്ട്. ടി ബൈ നമ്പർ ഓഫ് എന്താ പറയാ ഓസിലേഷൻ. ഓക്കെ, ടി ബൈ നമ്പർ ഓഫ് ഓസിലേഷൻ. ക്യാപിറ്റൽ ടി എന്ന് പറഞ്ഞാൽ ടൈം പീരീഡ് ആണ്. സ്മോൾ ടി എന്ന് പറഞ്ഞാൽ മൊത്തം ഓസിലേഷൻ എടുത്ത സമയം. ക്യാപിറ്റൽ ടി എന്ന് പറഞ്ഞാൽ ഒരു ഓസിലേഷൻ എടുത്ത സമയമാണ് ക്യാപിറ്റൽ ടി. സ്മോൾ ടി എന്ന് പറഞ്ഞാൽ എത്ര നമ്പർ ഓഫ് മൊത്തം എത്ര ഓസിലേഷൻ ആണ് എടുത്തത് അതിനുള്ള സമയമാണ് സ്മോൾ ടി. ഓക്കെ, ടോട്ടൽ ടൈം ഫോർ എന്താ പറയാ ടോട്ടൽ ടൈം എന്താ പറയാ ഫോർ ഓസിലേഷൻ. അതാണ് എന്താ പറയാ ടോട്ടൽ ടൈം ഫോർ ഓസിലേഷൻ. എന്താ പറയാ ക്യാപിറ്റൽ ടി എന്ന് പറഞ്ഞാൽ അത് ടൈം പീരീഡ് ആണ്. അതെന്താണ്? ടൈം ഫോർ വൺ ഓസിലേഷൻ. ഓക്കെ, ടൈം ഫോർ വൺ ഓസിലേഷൻ ആണ് ക്യാപിറ്റൽ ടി. അതിനെ തന്നെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ടൈം പീരീഡ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, സോ ഈ ഒരു ഇക്വേഷൻ നിങ്ങൾ പ്രത്യേകം നോക്കി വെക്കുക. ഇനി ഡിസ്പ്ലേസ്മെന്റ് ചിലപ്പോ IITക്ക് ഒക്കെ ഇത് IITക്കും നീറ്റിനാണ് സാധാരണ ചോദിക്കാറ്. ചിലപ്പോൾ IITക്ക് ഡിസ്പ്ലേസ്മെന്റിന്റെ ഇക്വേഷന്റെ ഫോം ഇങ്ങനെ തരും. ബി സൈൻ എന്താ പറയാ ഒമേഗ ടി പ്ലസ് ബി സൈൻ ഒമേഗ ടി പ്ലസ് എന്താ പറയാ പ്ലസ് സി കോസ് ഒമേഗ ടി. IITക്ക് അല്ലെങ്കിൽ നീറ്റിന് ടീമിന് ചോദിക്കൂല ഇങ്ങനെ ഇക്വേഷൻ. അതായത് നമുക്ക് തന്നിരിക്കുന്ന SHMലുള്ള ബോർഡിന്റെ ഇക്വേഷൻ ഇങ്ങനെ തന്നിട്ട് നിങ്ങളോട് അവർ പറയും എന്ത് ഇതിന്റെ ആംപ്ലിറ്റ്യൂഡ് കാണാൻ പറഞ്ഞാൽ നിങ്ങൾ എങ്ങനെ ചെയ്യും? ഇതിന്റെ ആംപ്ലിറ്റ്യൂഡ് കാണാൻ പറഞ്ഞാൽ സോ അത് കാണാൻ ഒരു ഇക്വേഷൻ ഉണ്ട്. ആംപ്ലിറ്റ്യൂഡ് A ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എന്ത് ചെയ്താൽ മതി? റൂട്ട് ഓഫ് B² പ്ലസ് C² ചെയ്താൽ മതി. ഇത് ഈസ് എക്സ്ക്ലൂസീവ്ലി ഫോർ IIT ആൻഡ് നീറ്റ്. കീമിന് പ്രിപ്പയർ ചെയ്യുന്നവർ പഠിക്കേണ്ട ആവശ്യമില്ല. കീമോ വഴിയാണല്ലോ പാരാമെഡിക്കൽ ഒക്കെ നടക്കുന്നത് ഇപ്പോൾ. സോ ഈ ഒരു ഫോമിൽ വന്നാൽ മാത്രം ഈ ഇക്വേഷൻ ഈ ഒരു ഫോമിൽ വന്നാൽ മാത്രമേ നിങ്ങൾ ഇത് അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ. അല്ലാത്ത പക്ഷം നമ്മൾ y is equal to a sin omega t plus y a cos omega t plus y അത് മാത്രം അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ. സോ അത് കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്തത് പഠിക്കാനുള്ളത് എനർജികളാണ്. ഓക്കെ, 3 ടൈപ്പ് ഓഫ് എനർജി ഇൻ SHM. ഓക്കെ, അപ്പൊ എനർജി ഇൻ SHM ആണ് നമുക്ക് അടുത്ത പഠിക്കാനുള്ളത്. അപ്പൊ അതെന്താ നോക്കാം. എനർജി ഇൻ SHM. അപ്പൊ എന്താ എനർജി ഇൻ SHM? അതായത് നമുക്കറിയാം ഒരു ബോഡി SHMൽ ആയിരിക്കുമ്പോൾ അതിന് സാധാരണ പറഞ്ഞാൽ എന്ത് ചെയ്യും? അതിന് കൈനറ്റിക് എനർജി ഉണ്ട് K, ഈ പൊട്ടൻഷ്യൽ എനർജി ഉണ്ട് P, പിന്നെ അത് രണ്ടും കൂട്ടിയ ടോട്ടൽ എനർജി ഉണ്ട്. ഓക്കെ, അപ്പൊ സാധാരണ ഒരു ബോഡി SHMൽ ആയിരിക്കുമ്പോൾ അതിന്റെ കൈനറ്റിക് എനർജി കാണാനുള്ള ഇക്വേഷൻ ഹാഫ് ഇൻറ്റു കെ ഇൻറ്റു A² മൈനസ് എന്തായിരിക്കും? Y² ആയിരിക്കും. ഓക്കെ, A² മൈനസ് Y² ആയിരിക്കും. അപ്പോ ഇനി ഇതിന്റെ ഇതാണ് കൈനറ്റിക് എനർജി കാണാനുള്ള ഇക്വേഷൻ. സോ ഇനി അടുത്തത് എന്താ പറയാ പൊട്ടൻഷ്യൽ എനർജി കാണാനുള്ള ഇക്വേഷനോ പൊട്ടൻഷ്യൽ എനർജിക്ക് PE എന്ന് ഡിനോട്ട് ചെയ്യാം. അത് കാണാനുള്ള ഇക്വേഷൻ ഹാഫ് കെ Y² ആയിരിക്കും. ഇനി അതേപോലെ തന്നെ ഇവിടുത്തെ ടോട്ടൽ എനർജി TE അതിനെ TE എന്ന് ഡിനോട്ട് ചെയ്യാം. അത് കാണാനുള്ള ഇക്വേഷൻ എന്തായിരിക്കും? ടോട്ടൽ എനർജി കാണാനുള്ള ഇക്വേഷൻ ഹാഫ് എന്തായിരിക്കും? ഹാഫ് KA² ആയിരിക്കും. പ്രത്യേകം ശ്രദ്ധിക്കാം, A is ആംപ്ലിറ്റ്യൂഡ്, Y is ഡിസ്പ്ലേസ്മെന്റ് ആയിരിക്കും. സോ ആ 3 ഇക്വേഷൻ നിങ്ങൾ എന്ത് ചെയ്യുക? പ്രത്യേകം ഒന്ന് ശ്രദ്ധ കൊടുത്തിട്ട് നോക്കി വെക്കുക. ഇനി വേറൊരു കാര്യം കൂടെ ഇവിടെ മീൻ പൊസിഷനിൽ എന്താ പ്രത്യേകത? മീൻ പൊസിഷനിലായിരിക്കും എന്തായിരിക്കും ഏറ്റവും കൂടുതൽ മീൻ പൊസിഷനിൽ എന്തായിരിക്കും
പ്രത്യേകം ശ്രദ്ധിക്കുക. മീൻ പൊസിഷൻ എടുക്കുമ്പോൾ y0 എടുക്കണം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് അല്ലെ. അപ്പൊ അത് അവിടെ ഞാൻ മുകളിൽ അവിടെ എഴുതിയിട്ടുണ്ട്. മീൻ പൊസിഷൻ എടുക്കുകയാണെങ്കിൽ y0 എടുക്കണം. സോ അത് y0 ഒക്കെ എടുത്തിട്ട് മീൻ പൊസിഷനിലായിരിക്കും എന്തായിരിക്കാം മാക്സിമം കൈനറ്റിക് എനർജി ഉണ്ടാവുക. സോ കെ ഇ മാക്സ് അത് ഏറ്റവും കൂടുതൽ എവിടെ ആയിരിക്കും, ഇവിടെ ആയിരിക്കും. അത് എത്രയായിരിക്കും, ഹാഫ് കെ എ സ്ക്വയർ ആയിരിക്കും. അതേപോലെ കൈനറ്റിക് എനർജി എന്താ പറയാ എക്സ്ട്രീം പൊസിഷനിൽ 0 ആയിരിക്കും. കൈനറ്റിക് എനർജി എക്സ്ട്രീം പൊസിഷനിൽ 0 ആയിരിക്കും. അത് പ്രത്യേകം നോക്കി വെക്കുക. ഇനി പൊട്ടൻഷ്യൽ എനർജി പറയുകയാണെങ്കിലോ പൊട്ടൻഷ്യൽ എനർജി എന്തായിരിക്കും, മീൻ പൊസിഷനിൽ മീൻ എഴുതുന്നുള്ളൂ. മീൻ പൊസിഷനിൽ പൊട്ടൻഷ്യൽ എനർജി 0 ആയിരിക്കും. പിന്നെ അതേപോലെ എക്സ്ട്രീം പൊസിഷനിൽ എന്തായിരിക്കും, മാക്സിമം ആയിരിക്കും. പൊട്ടൻഷ്യൽ എനർജി എക്സ്ട്രീം പൊസിഷനിൽ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറഞ്ഞാൽ ഹാഫ് എന്തായിരിക്കും, കെ എ സ്ക്വയർ ആയിരിക്കും. കാരണം y ഈക്വൽ ടു എ കൊടുക്കണം. പിന്നെ ടോട്ടൽ എനർജി ഹാഫ് കെ എ സ്ക്വയർ. സത്യം പറഞ്ഞാൽ ടോട്ടൽ എനർജി എന്ന് പറഞ്ഞാൽ മാക്സിമം കൈനറ്റിക് എനർജി തന്നെയാണ്. അതായത് മീൻ പൊസിഷനിൽ ടോട്ടൽ എന്താ മീൻ പൊസിഷനിൽ ഹാഫ് കെ സ്ക്വയർ ആണ് കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞാൽ. അപ്പൊ അത് തന്നെയാണ് ടോട്ടൽ എനർജിയും. സോ ടോട്ടൽ എനർജി ഈസ് ഈക്വൽ ടു മാക്സിമം കൈനറ്റിക് എനർജി അറ്റ് ഏത് പൊസിഷനിൽ നമ്മൾ സ്പെസിഫൈ ചെയ്യണം, അറ്റ് മീൻ പൊസിഷൻ. ഓക്കെ, സോ ഇതും കൂടെ നിങ്ങൾ പ്രത്യേകം ഒന്ന് നോട്ട് ചെയ്താൽ വളരെ ഉപകാരമായിരിക്കും. ഇനി എന്താ പറയാ ഇവര് 3 പേരും വെച്ചുള്ള ഒരു ഗ്രാഫ് നമുക്ക് വരക്കാണ്ട്. പല എൻട്രൻസ് എക്സാമുകളിലും അത് ഇങ്ങനെ റെഗുലർ ആയിട്ട് ചോദിക്കുന്ന ഒരു ഗ്രാഫാണ്. അത് തെറ്റിച്ചിട്ടാണ് തരിക, അല്ലെങ്കിൽ അത് കുറെ തെറ്റിച്ചിട്ടാണ് തരിക. സോ നമുക്ക് എന്ത് ചെയ്യാം, ആ ഗ്രാഫ് ഒന്ന് വരക്കാം. ഓക്കെ, അതായത് പൊട്ടൻഷ്യൽ എനർജിയും കൈനറ്റിക് എനർജിയും എല്ലാം കൂടെ ചേർത്തിട്ടുള്ള ഒരു ഗ്രാഫ് നമ്മൾ വരക്കാൻ പോവാണ്. ഓക്കെ, സോ ഞാൻ ആ ഗ്രാഫ് വരക്കാൻ പോവാണ്. ഓക്കെ, അപ്പൊ ഗ്രാഫ് ഇങ്ങനെയാണ് ആ ഗ്രാഫ് വരിക. ഓക്കെ, സോ ഞാൻ ആ ഗ്രാഫ് ഇങ്ങനെ, എന്റെ ഡ്രോയിങ് അല്പം മോശമാണ്, അപ്പൊ എന്നോടൊന്ന് ക്ഷമിക്കണം. അപ്പൊ ഈ ഗ്രാഫ് ഇങ്ങനെ വരും. ദെൻ ആ പീക്ക് ശരിക്കും ഇവിടെ ഈ ഒരു പോയിന്റിൽ തട്ടണം കേട്ടോ. അപ്പൊ അത് നേരെ ഇങ്ങനെ വരും. ഓക്കെ അല്ലേ. ഇതില് ഈ ഒരു കർവ് ഉണ്ടല്ലോ, ഇതാണ് ടോട്ടൽ എനർജി. ഇതിനെ നമ്മൾ ടോട്ടൽ എനർജി എന്ന് വിളിക്കുക. പിന്നെ കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞാൽ ഈ ഒരു കർവിന് നമ്മൾ കൈനറ്റിക് എനർജി ആയിരിക്കും, ഇത് പൊട്ടൻഷ്യൽ എനർജി ആയിരിക്കും. ഓക്കെ, ഈ ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇതാണ് എക്സ്ട്രീം പൊസിഷൻ. ഇവിടെ ആയിരിക്കും മാക്സിമം പൊട്ടൻഷ്യൽ എനർജി ഉണ്ടാവുക. ഈ ഒരു വര ഉണ്ടല്ലോ, ഇതാണ് മീൻ പൊസിഷൻ. ഇവിടെ ആയിരിക്കും മാക്സിമം കൈനറ്റിക് എനർജി ഉണ്ടാവുക. അതൊക്കെ നമ്മൾ ഇവിടെ ഓൾറെഡി എഴുതിയതാണ്. സോ ഓസിലേഷൻ SHM എന്ന് പറഞ്ഞ ആദ്യത്തെ ഭാഗം നമ്മൾ തീർത്തു. ഇനി നമുക്ക് അടുത്ത ഭാഗം സ്പ്രിംഗ് ആണുള്ളത്. നമുക്ക് അടുത്ത സെഷനിൽ നോക്കാം. സോ താങ്ക് യു.